ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിയുടെ കോട്ട് കോടതിയിൽ വെച്ച് കത്തിച്ചിട്ട് അത് ആ ശിവരാമ കൃഷ്ണന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്നൊക്കെ നമ്മുടെ രാഘവനുണ്ണി ഹരിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഹരി പറയണ്ട, സർ എന്തായാലും ഈ അഞ്ജലി ഇത്രമാത്രം അപകടകാരിയാവുമെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാനും അതേടോ, അതും വെറും ഒരു ജൂനിയർ പെണ്ണ് എന്റെ മുമ്പിൽ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നെഗളിച്ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അവളൊക്കെ കോടതി കാണുന്ന മുമ്പ് അവളങ്ങോട്ട് തീർത്താനെ. എന്തായാലും കുഴപ്പമില്ല, സമയമുണ്ടല്ലോ, നമുക്ക് അവൾ അങ്ങോട്ട് തീർത്ത് കളയാം. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അത് കേസിനെ ബാധിക്കും. അത് തന്നെയാണ് ഞാൻ കുറുപ്പിന്റെ മകനോടും പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, എന്തായാലും കേസ് നടക്കട്ടെ. അതിനുശേഷം ആ കേസ് എങ്ങനെ വളച്ചൊടിച്ച് അഞ്ജലിയുടെ തലത്തിൽ ആ കേസ് എങ്ങനെ എടുത്തു വെക്കാന്ന് എനിക്കറിയാം. കോടതിയിലാണോ ഈ രാഘവണിക്ക് കേസ് വളച്ചൊടുക്കാൻ അറിയാത്തത്? അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവനുണ്ണി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അഞ്ജലി ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചു വരും കേട്ടോ. കാരണം പത്മ കണ്ട കാര്യവും പത്മയുടെ സംസാരിച്ച കാര്യവും പത്മ സേഫ് ആണെന്നുള്ള കാര്യമൊക്കെ വീട്ടുകാരോട് പറയാൻ വേണ്ടി അഞ്ജലി അത്രമാത്രം ആഗ്രഹിച്ച് കൊതിച്ച് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടില് സ്കൂട്ടി ഇങ്ങനെ പാർക്ക് ചെയ്തതിനു ശേഷം അഞ്ജലി താലിമാലുണ്ടല്ലോ അത് ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഇടാണ്. എന്നിട്ട് ചുരിദാറിന്റെ ഷോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്യാമള അഞ്ജലിയുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശ്യാമളയും ഇന്ദിരയും ആര്യയും അതുപോലെ തന്നെ ഇവിടെ ശിവരാമനൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അഞ്ജലിയുടെ ആ ഒരു മറുപടി കേൾക്കാനായിട്ട് അഞ്ജലി അകത്ത് കയറാൻ പോകുമ്പോഴേക്കും ശ്യാമള പറയണ്ടേ, നിക്കടി അവിടെ എന്ന് പറയാണ്. അഞ്ജലി ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വേഗം തന്നെ ശ്യാമള വരുന്നുണ്ട്. എന്നിട്ട് പറയണ്ട്, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അമ്മേ അതൊക്കെ പറയാം, ഒരു സന്തോഷ വാർത്തയുണ്ട്, നിൽക്കുക. ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കും, അതിനുശേഷം മറുപടി പറഞ്ഞിട്ട് മാത്രം നിന്നെ അകത്ത് കയറ്റണോ അതോ പുറത്ത് തന്നെ നിർത്തി പടിയടച്ച് പിണ്ടം വെക്കണോന്ന് ഞാൻ തീരുമാനിക്കട്ടെ. അമ്മ എന്തൊക്കെയാ അമ്മീ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ മനസ്സിലാക്കി തരാം എന്താണെന്നുള്ളത്. കുറച്ചു മുമ്പ് ഇവിടെ അനുപമ വന്നിരുന്നു. അനുപമയോ? അവളെന്തിനാ ഇവിടേക്ക് വന്നത്? അവള് വന്നത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. അവൾ നിന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ കുറിച്ചോ? അവൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അഞ്ജലി. അത് കേൾക്കുമ്പോ ശ്യാമള പറയണ്ട്, അവൾ ഇവിടെ വന്ന് പറഞ്ഞത് എന്താന്ന് നിനക്കറിയണോ? നിന്റെ രഹസ്യ വിവാഹം കഴിഞ്ഞു എന്നാണ് അവൾ ഇവിടെ വന്ന് പറഞ്ഞത്. അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലി ആകെ ഷോക്ക് അടിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അഞ്ജലിയുടെ ആ നിപ്പ് കാണുമ്പോൾ തന്നെ ശിവരാമനും ആര്യക്കൊക്കെ കാര്യം മനസ്സിലായി. അവൾ അനുഭവം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. അപ്പൊ അഞ്ജലി അടുത്ത് ശ്യാമള ഒന്ന് ചോദിക്കണ്ടേ, എന്താടി നിനക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനല്ലേ? സാധാരണ എന്തെങ്കിലും ചോദിച്ചാല് അതിന് രണ്ട് ആൻസർ ആയിട്ട് നീ പറയാറുണ്ടല്ലോ, രണ്ട് മറുപടി ആയിരിക്കും ഒരു ക്വസ്റ്റിന് തരുന്നത്. ഇപ്പൊ നീ എന്താടി ഉത്തരം മുട്ടിപ്പോയോ? എന്താടി ഉത്തരം നീ പറയാത്തത്? പറയടി. അനുപം പറഞ്ഞ വെറും നുണയാണെന്നും അനുമാമ്മ അത് വെറുതെ പറഞ്ഞതാണെന്നോ പറ. നിന്റെ വായിന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക ഉള്ളിൽ നിന്റെ അച്ഛൻ, ഞാനും ആര്യം എല്ലാവരും. പറ, അനുപമ പറഞ്ഞതെല്ലാം വെറുതെയാണെന്നും നിന്റെ രഹസ്യ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നോ നീ പറ. നിന്റെ വായിന്നത് കേട്ടാൽ മാത്രമേ ഞങ്ങളത് വിശ്വസിക്കുള്ളൂ. പറ അഞ്ജലി, പറ. നിന്റെ രഹസ്യ വിവാഹം കഴിഞ്ഞില്ലെന്ന് പറ അഞ്ജലി എന്ന് പറയുമ്പോൾ അഞ്ജലി പൊട്ടി കരഞ്ഞോണ്ടിരിക്കട്ടോ. ആ കരച്ചിലിൽ തന്നെ കാര്യം മനസ്സിലായി. നമ്മുടെ ശ്യാമളക്കും ഇന്ദിരക്കും ആര്യക്കും ശിവരാമനൊക്കെ കാര്യം മനസ്സിലായി, രഹസ്യ വിവാഹം കഴിഞ്ഞു എന്ന്. അതിനുശേഷം ശ്യാമള വേഗം കഴുത്തിലേക്ക് നോക്കുമ്പോഴാണ് ആ താലിമാല അഞ്ജലി ഒളിപ്പിച്ച് വെച്ചതായിട്ട് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമള പറഞ്ഞിട്ട്, ഓഹോ അപ്പൊ ഇതാണ് കാര്യം, നിന്റെ രഹസ്യ വിവാഹം കഴിഞ്ഞു അല്ലേ? അവനായിരിക്കും കെട്ടിയത്, അവൻ ആ രാജീവ് അല്ലേടി? പറയടി, എന്തിനടി കുരുത്തം കേട്ടവളാ നീ ഇങ്ങനെ ചെയ്ത്? കുടുംബത്തിന്റെ പേര് നീ കളഞ്ഞല്ലോടി. നിന്റെ ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും എത്രമാത്രം അപമാനം നമ്മുടെ കുടുംബത്തിനുണ്ടെന്ന് കണ്ടതല്ലേ നീ? നിന്റെ അച്ഛനെ നീ എന്ന് വെച്ചാൽ എത്രമാത്രം പ്രതീക്ഷകളായിരുന്നു. ഞങ്ങളെ നീ വട്ടം കളിപ്പിക്കുമായിരുന്നല്ലേ? ലോകത്തെല്ലാം നിനക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ രഹസ്യവിവാഹം കഴിഞ്ഞ് ഞങ്ങളെ പൊട്ടന്മാരാക്കുമായിരുന്നല്ലേ? എടി നീ എന്ന് വെച്ചാൽ ജീവനല്ലേ എടി നിന്റെ അച്ഛന്. ആ അച്ഛന്റെ മുഖം നീ ആലോചിച്ചാൽ മതിയായിരുന്നല്ലോ. എൻ്റെ അഞ്ജലി മോൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, എൻ്റെ അഞ്ജലി മോൾ ഒരിക്കലും എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്ത് അകത്ത് ആ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത്? ഇതിനേക്കാൾ നല്ലത് നിന്റെ അച്ഛനെയും എന്നെ നിനക്ക് കൊന്നു കളഞ്ഞൂടെയായിരുന്നോടി എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ട, അമ്മേ ഞാൻ പറയണത് അമ്മ ഒന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട, ഇനി നീ ഒന്നും പറയും വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കും വേണ്ട, എല്ലാം മനസ്സിലായി, മതി.
ഇനി ഒന്നും വേണ്ട, നീ ഇവിടെ നിന്ന് പോയിക്കോ. ഇനി നീ എന്ന് പറഞ്ഞ മകള് എനിക്കും ശിവരാമേട്ടനും ഇല്ല. അനുപമേന്റെ സ്ഥാനം എന്താണോ അത് തന്നെയാണ് ഇനി മുതൽ അഞ്ജലിയുടെ സ്ഥാനം. അമ്മേ, അനുപമ വിവാഹം കഴിച്ച സാഹചര്യം വേറെ, ഞാൻ വിവാഹം കഴിച്ച സാഹചര്യം വേറെ. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അമ്മേനെ. ഇനി നീ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിന്റെ ഒന്നും കേൾക്കേണ്ട കാര്യം എനിക്കോ ഈ വീട്ടുകാർക്കോ ഇനി ഇല്ല. ഇനി നീ എന്ന് പറഞ്ഞ അധ്യായം ഇവിടെ ഇല്ല. നീ പോയിക്കോ, നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാണ്. പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വേഗം തന്നെ ശ്യാമള അകത്തേക്ക് കയറിയിട്ട് അഞ്ജലിയുടെ സാധനങ്ങളൊക്കെ എടുക്കാട്ടോ. ഒരു ബാഗ് എടുത്തിട്ട് അഞ്ജലിയുടെ ഡ്രസ്സുകളും അഞ്ജലിയുടെ ട്രോഫികളും മെഡലുകളും അഞ്ജലിയുടെ സർട്ടിഫിക്കറ്റും, അതായത് അഞ്ജലി തിരിച്ചു വരരുത്, ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരരുത്. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ പൊതിഞ്ഞെടുത്ത് അഞ്ജലിക്ക് കൊടുക്കാവോ അത് അത്രയും സാധനങ്ങൾ അഞ്ജലിയുടെ സാധനങ്ങളൊക്കെ തന്നെ ബാഗിലേക്ക് കുത്തി നിറച്ച് വെച്ചിട്ട് നമ്മുടെ ശ്യാമള പുറത്തേക്ക് വരണം. അപ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടി കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ മധുവും അതുപോലെ തന്നെ കുഞ്ഞപ്പനൊന്നും ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സമാധാനിപ്പിച്ചൊരു മയത്തിലെത്തിയാനേ. അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അഞ്ജലി ഒറ്റക്കായതുകൊണ്ട് തന്നെ അഞ്ജലിക്ക് അത് പിടിച്ചു നിൽക്കാനും സാധിക്കുന്നില്ല. ശ്യാമള അഞ്ജലിയുടെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിന്റെ സാധനങ്ങളെല്ലാം ഇതിലുണ്ട്, ഇതൊക്കെ ശരിക്കും കൂട്ടിയിട്ട് കത്തിക്കാണ് വേണ്ടത്. പക്ഷെ ഇത് നിനക്ക് നേടിത്തരാൻ വേണ്ടി നിന്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നിന്റെ സാധനങ്ങളൊന്നും ഞങ്ങൾ കത്തിക്കുന്നില്ല, എടുത്തോണ്ട് പോയിക്കോ. ഇനി ഒരു മുട്ടുസൂചി അന്വേഷിച്ചിട്ട് പോലും നീ ഈ വീട്ടിലേക്ക് പടിയിൽ കാല് കുത്താൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് നീ പൊയ്ക്കോ ഇവിടുന്ന്. ഇനി നീ എന്ന് പറഞ്ഞ മകൾ ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യ പറയണ്ട, അമ്മായി അഞ്ജലിക്ക് പറയാനുള്ളത് എന്താന്ന് അമ്മായി ഒന്ന് കേക്ക്. ആര്യെ, നീ മിണ്ടരുത്, നീ അവളെ സപ്പോർട്ട് ചെയ്യണതൊന്ന് നിർത്ത്. അവള് വഴി തെറ്റിപ്പോയി. ദേ നോക്ക്, ഇനി എനിക്കും ശിവരാമേട്ടനും മക്കളില്ലെന്ന് വിചാരിച്ച് ജീവിച്ചാൽ പോരെ? എന്റെ മരണം വരെ ഞാൻ ശിവരാമേട്ടനെ നോക്കും. അഥവാ ശിവരാമേട്ടനെങ്ങാനും അതിന് മുമ്പ് പോവുകയാണെങ്കിൽ ഞാൻ അതോടുകൂടി ഞാനും മരിക്കും. അതോടെ ഞങ്ങളുടെ ജീവിതങ്ങൾ കഴിഞ്ഞു. 2 മക്കൾ കാരണം, 2 പെൺമക്കൾ കാരണം ഞങ്ങളുടെ കുടുംബജീവിതം നശിച്ചു. എന്റെയും ശിവരാമേട്ടന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിയെന്ന് പറഞ്ഞിട്ട് ശ്യാമള തലക്കടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഇന്ദിര അഞ്ജലിയുടെ അടുത്ത് വന്ന് പറയണ്ടേ, എന്നാലും കുറച്ച് കൂടിപ്പോയി അഞ്ജലി, ഇത് നീ വേറെ ആരും ആലോചിക്കണ്ടായിരുന്നോ? ചേട്ടനെ കുറിച്ച് ആലോചിക്കായിരുന്നല്ലോ. ഏട്ടനൊരു സുഖമില്ലാത്ത ആളാണെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. പാവം ഏട്ടൻ ഇത്ര നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് അറിയാവോ? അഞ്ജലി തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയേ ഉള്ളൂ. നീ അങ്ങനെ തെറ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ നിന്റെ അച്ഛൻ ഒരിക്കലും അഞ്ജലി തെറ്റ് ചെയ്യില്ല, എന്റെ അഞ്ജലി മോൾ അങ്ങനെ ചെയ്യില്ല, എന്റെ അഞ്ജലി മോൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ എന്റെ ഏട്ടൻ. ആ ഏട്ടനെ നീ തകർത്ത് കളഞ്ഞല്ലോടി അഞ്ജലി. ഇങ്ങനത്തെ ഒരു പെണ്ണാണല്ലോടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരയും അകത്തേക്കൊക്കെ കയറിപ്പോവാണ്. അപ്പൊ അഞ്ജലി ആര്യേച്ചിന്ന് വിളിക്കുമ്പോൾ ആര്യ മുഖം തിരിച്ച് അകത്തേക്ക് കയറി പോവാട്ടോ. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി വാതിലടയ്ക്കാണ്. അഞ്ജലി ആ മഴയെ നനഞ്ഞ് ഭയങ്കര ഇടിവെട്ടും മിന്നലൊക്കെ ആട്ടോ. അതൊക്കെ കൊണ്ട് മുറ്റത്ത് തന്നെ അങ്ങനെ നിൽക്കാണ്. മഴയെല്ലാം നനഞ്ഞിട്ട് അഞ്ജലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ഭൂമി പിളർന്ന് അകത്തേക്ക് പോയൊരു അവസ്ഥയിലാണ് അഞ്ജലി അതേ നിൽക്കുന്ന കേട്ടോ. അപ്പൊ നാളെയാണ് അഞ്ജലി അങ്ങനെ പടി ഇറക്കി വിടുന്ന ഭാഗം. ഇനി അഞ്ജലി എവിടേക്ക് പോകും, എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് മറ്റന്നാളത്തെ പ്രൊമോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് കൂടി തന്നെ വീക്കെൻഡ് പ്രൊമോയിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതായത് നാളത്തെ പ്രൊമോ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.